സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പൈസ എടുത്ത് അവരെ സഹായിക്കാൻ. വീണ് കിടന്നാൽ, അതായത് അവർ അസുഖം വന്ന് വീണ് കിടന്നാൽ 5 പേരെ കൊണ്ടുവരാത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ അവർക്കാരെങ്കിലും കൂടെ പോകുകയോ ചെയ്ത് അവരെ ഞാൻ ഗെറ്റോട്ടോ, അവർക്ക് എന്തായാലും ഫൈൻ അടിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒലിവിയ ഡിസൈൻസ് ഇന്നലെ നമ്മളൊരു ഘോഷയാത്രയും സമരവും പ്രതിഷേധവും ഒക്കെ ആയിട്ട് നമ്മുടെ ഒലിവിയ വന്നിട്ടുണ്ടായിരുന്നു മുന്നോട്ട്. നിങ്ങൾ എല്ലാവരും കണ്ട് ഞാനത് റിയാക്ട് ചെയ്ത് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം ബാക്ക്, കുറച്ച് വർഷം മുന്നേ ഉള്ള ഒരു വോയിസ് ആണ്. അതായത് നമ്മുടെ സിബി അണ്ണന് ഈ ഫൈൻ എന്ന് പറയുന്ന സാധനം തലക്ക് പിടിച്ചിട്ട് വർഷങ്ങളായി. അതായത് 250 തുടങ്ങിയ ഫൈനാണ് ഇപ്പൊ 5000 10,000 വന്ന് നിൽക്കുന്നത്. ഇന്നത്തെ കാലത്ത് 2 പേരെ കൊണ്ടുവന്നില്ലെങ്കിലേ ഫൈനാണ്. ആ സെറ്റപ്പില് നമ്മുടെ സിബി അണ്ണനെത്തി. ഞാനിവിടെ ഒരു സ്ലിപ്പ് കൊടുക്കാം. അതായത് അതിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം ഞാൻ വായിക്കാം. ക്യാഷ് സ്ലിപ്പ് കിട്ടിയതിനു ശേഷം എക്സിക്യൂട്ടീവ് പറയുന്ന അക്കൗണ്ടിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ബില്ല് ക്യാൻസൽ ആയാൽ എക്സിക്യൂട്ടീവിൽ നിന്നും 100 രൂപ ഫൈൻ ഉണ്ടാകുന്നത് ആയതിനാൽ ക്യാൻസൽ ചെയ്യാതെ ദയവായി സഹകരിക്കുക. എന്നിട്ട് പറഞ്ഞിട്ട് ഒലിവിയ ക്യാഷ് സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് 250 എഴുതിയിട്ടുണ്ട്. ഇത് കുറച്ച് കാലം മുന്നേ അണ്ണൻ 250 തുടങ്ങിയ ഫൈനാണ് ഇന്ന് 10,000 10,000 വന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആ സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു കേസ്, ഇന്ന് അവിടെ നടന്നു വരുന്ന ഒരു കേസ്, ഈ പറയുന്ന അവിടുത്തെ സ്റ്റാഫുകളുടെ അക്കൗണ്ടിലാണ് ഈ കസ്റ്റമേഴ്സ് പൈസ അയച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. സ്റ്റാഫുകളാണ് ഈ പൈസ വാങ്ങുന്നതും കാര്യങ്ങളും. അപ്പൊ നാളൊരു കാലത്ത് ഈ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് എമൗണ്ട് ഡെയിലി വരുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ വരുമ്പോൾ നിങ്ങൾ ഒരു കാലത്ത് അവിടെ നിന്ന് മാറിപ്പോയതിനു ശേഷം ഈ ടാക്സ് എല്ലാം കൂടി നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇൻകം ടാക്സ് വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് വന്നു പോയതിന് തെളിവ് നിങ്ങളായിരിക്കും വരുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ. അപ്പൊ ഈ സ്റ്റാഫുകളായിരിക്കും ഒരു കാലത്തിന് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഒലിവിയ അവരുടെ അക്കൗണ്ട് കൊടുക്കാണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ ഈ പറയുന്നത് പോലെ പൈസ കസ്റ്റമേഴ്സിനെ കൊണ്ട് സെൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കല്ല പണി, ഈ പറയുന്ന സ്റ്റാഫുകൾക്കാണ് പണി. അത് ഇപ്പോ അവിടെ നിലവിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മനസ്സിലായോ? അതിലോട്ട് നമ്മൾ കൂടുതൽ ഇപ്പോൾ ആഴ്ന്നിറങ്ങുന്നില്ല, അതിന് സമയമായിട്ടില്ല. എന്തായാലും അതിന് സമയമാകുമ്പോൾ കുറച്ച് തെളിവ് അടക്കം കൊണ്ടുവന്നിട്ട് ആ സാധനം പൊട്ടിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ സിബി അണ്ണന്റെ പുതിയൊരു വോയിസ് ആണ്, കുറച്ച് വർഷം മുന്നേ ഉള്ള ഒരു സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് കൊടുക്കാം. ഒരു പ്രത്യേക കാര്യം പറഞ്ഞോട്ടെ. ഇന്നു മുതൽ ലാസ്റ്റ് വരുന്ന 2 പേർക്ക് ഫൈൻ ഈടാക്കേണ്ടതാണ്. അത് ഉള്ളടക്കി നിന്നു. അത് ആര്, ഞാനത് അറിഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയണം. ഞാൻ അറിയാതെ ഒരു കാര്യം അവിടെ നടക്കരുത്. അവിടെ ലാസ്റ്റ് 2 പേരെ കട്ട് ചെയ്യുന്നില്ല എന്ന് കുറച്ച് ദിവസമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു. ഇന്നു മുതൽ ലാസ്റ്റ് വരുന്ന 2 പേരുടെ 250 രൂപ വെച്ച് കട്ട് ചെയ്യണം. അത് ഇതുപോലെ ഫസ്റ്റ് എഴുന്നവർക്ക് കൊടുക്കണ്ട. കാരണം അത് ചിലർക്ക് സിമ്പതി സ്നേഹവും ഒലിപ്പിയിലൊക്കെയാണ്. അതുകൊണ്ട് കൊടുക്കേണ്ട. അത് ഫൈനായിട്ട് ഇട്ട് ഗ്രൂപ്പിലിട്ടേര്. കഴിഞ്ഞ മാസം ടോട്ടൽ എത്ര എമൗണ്ട് വന്നെന്ന് കൂട്ടി ടോട്ടൽ ആയിട്ട് കാണിച്ചിരിക്കണം. അപ്പൊ അണ്ണൻ ഫൈൻ വഴി തന്നെ നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? നല്ലൊരു എമൗണ്ട് ഈ പറയുന്ന സ്റ്റാഫുകളെ പറ്റിച്ചിട്ട് ഫൈൻ എന്ന മുഖേന നല്ലൊരു എമൗണ്ട് അണ്ണൻ അവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അത് ഇതിൽ തന്നെ വ്യക്തമാണ്. ഇതിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണന്റെ ഒട്ടുമിക്ക വോയിസുകളും ഫൈനിലായാലും കൂടോത്രം ചെയ്തെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുകയാണ്. അമ്മാതിരി ഫൈനാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഒരു തരം വെളുപ്പിക്കലാണ്. ബ്ലാക്ക് മണി വെളുപ്പിക്കൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ ചെക്ക് എഴുതി 10,000-40,000 എന്ന് പറഞ്ഞിട്ട് ചെക്ക് എഴുതി കൊടുത്ത് പിള്ളേർ ബാങ്കിൽ നിന്ന് മാറിയിട്ട് അതിന് ശേഷം എടുത്ത് ഫൈൻ അടയ്ക്കുന്നുണ്ട്. അപ്പൊ അതൊരു വൈറ്റ് അല്ലേ? വൈറ്റ് ആക്കുന്ന ഒരു പരിപാടിയല്ല അവിടെ നടക്കുന്നത്. ബ്ലാക്കിനെ വൈറ്റ് ആക്കുന്നത്. അതായത് ഈ പറയുന്ന പോലെ സ്റ്റാഫിന് സാലറി 40-50 കൊടുത്ത് എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് അവരെടുക്കുന്നുണ്ട്. അല്ലാതെ ഫൈന് കുറച്ചിട്ടല്ല ചെക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ റെക്കോർഡ്സ് നോക്കുമ്പോൾ അപ്പോൾ ഇത് എടുത്ത് നോക്കുമ്പോൾ സ്റ്റാഫ് 40,000-50,000 കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് 10,000-10,000 വീണ്ടും തിരിച്ചടയ്ക്കുന്നു, തിരിച്ച് കയ്യിലെടുത്ത് കൊടുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് വന്നൊരു തട്ടിപ്പല്ല നടത്തുന്നത്. എന്റെ പൊന്നണ്ണ സിബി അണ്ണ പണി വാലം വളർത്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. എന്തായാലും ഒരു ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പല്ലേ ഇൻകം ടാക്സിന്റെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നത്. അതിനുശേഷമല്ലേ പുതിയൊരു സെറ്റപ്പ് കൊണ്ടുവന്നത്, ഈ പറയുന്ന സ്റ്റാഫിന്റെ അക്കൗണ്ടിലോട്ട് കസ്റ്റമേഴ്സ് പൈസ അയക്കുന്ന സെറ്റപ്പ്, എന്നിട്ട് സ്റ്റാഫ് കയ്യിലെടുത്തോണ്ട് കൊടുക്കുന്ന സെറ്റപ്പ്. എന്തായാലും അത് അധികം താമസിയാതെ സിബി അണ്ണൻ ടീമിന് വീണ്ടും പണിയിട്ടുള്ള ചാൻസ് ഇനി ഇപ്പം തന്നെ താമസിയാതെ വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെ പ്രത്യേകം പറയാനുള്ള ആരെങ്കിലും ഫൈൻ ഈടാക്കിയെങ്കിൽ അത് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ഇത് കൃത്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ ഒരു കുട്ടി വന്നു. ആ കുട്ടിയുടെ മൊബൈൽ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് കേട്ടു. ആ കുട്ടിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രേവതി ആ കുട്ടിക്ക് ഫൈനിൽ നിന്ന് കടമായിട്ട് മൊബൈൽ മേടിക്കാൻ കൊടുക്കേണ്ടതാണ്.
ഓ, അപ്പൊ ചെറിയ ചെറിയ സെറ്റപ്പ്, അതായത് ഈ പറയുന്ന ഏതൊരു പെൺകുട്ടിക്ക് മൊബൈൽ കളഞ്ഞു പോയപ്പോൾ അതിൽ ഈ ഫൈന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും എടുത്തു കൊടുത്ത് സഹായിക്കാൻ വേണ്ടി സിബി അണ്ണൻ പറയുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ തെറ്റി. ഈ എടുത്ത് സഹായിച്ച പൈസ ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചടക്കണം, മനസ്സിലായോ? നോക്ക്, ശമ്പളം വരുമ്പോൾ അത് തിരിച്ച് മേടിക്കേണ്ടതുമാണ്. സന്തോഷമായല്ല? നമ്മൾ വിചാരിച്ചു സിബി അണ്ണൻ ഫൈൻ വാങ്ങിച്ചു വെച്ചിട്ട് പിള്ളേരെ സഹായിക്കുന്നു എന്ന് വിചാരിച്ചാണ്. തെറ്റി. 5 പൈസ വിട്ട് കളിക്കൂലെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലൊക്കെ ബുദ്ധിമുട്ടോ പ്രയാസമോ അല്ലെങ്കിൽ ഇന്നലെ അവിടെ പോയി ഓഫ്നേജിൽ പോയി അതിനുള്ള എക്സ്പെൻസ് ഇതെല്ലാം ഈ ഫൈനിൽ നിന്നാണ് ഈടാക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ഇന്നു മുതൽ ഏറ്റവും കുറവ് വരുന്ന 2 പേരുടെ നിന്ന് 250 രൂപ കട്ട് ചെയ്യേണ്ടതാണ്. എന്തോന്നാണ് അവിടെ കിടക്കണം നിങ്ങൾ അടിമകളാ? പെമ്പിള്ളാരാണ്, ഞാൻ ഓപ്പൺ ആയിട്ട് പറയണേട്ടാ. ഇത്രയും കാലം നിങ്ങളുടെ സ്റ്റാഫ് പെമ്പിള്ളാരായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ ഈ സ്ഥാനത്ത് പയ്യന്മാരായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ചെവറിൽ ഫോട്ടോ വന്നേനെ. രണ്ടാമതായി ഇതിനൊരു ഡീറ്റെയിൽ അവിടെ നടക്കുന്ന ഓരോ ഫൈൻ എന്തൊക്കെയാണെന്ന് അച്ചുവും രേവതിയും എല്ലാം കൂടി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ഓരോന്നിനും ഇത്ര ഫൈൻ ഇത്ര ഫൈൻ ഇത്ര ഫൈൻ എന്ന് പറഞ്ഞ് രേവതി ഇരിക്കുന്നിടത്ത് അവിടെ പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെക്കണം. ഇവർ കാണത്തക്ക രീതിയിൽ ഒട്ടിച്ചു വെക്കണം. അപ്പോൾ അതിനെല്ലാം ഫൈൻ ഈടാക്കണം. ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പോലീസുകാർക്കും വെഹിക്കിളിനുമൊക്കെ ഗവൺമെൻറ് സർവീസ് ടാർഗറ്റ് കൊടുക്കും. ഈ മാസം ഇത്ര എമൗണ്ട് പിരിച്ചിരിക്കണമെന്ന്. അവർ റോഡിലിറങ്ങി കംപ്ലീറ്റ് ആൾക്കാരെയും തെറ്റ് ചെയ്തവരെയും ചെയ്യാത്തവരെയും എല്ലാം എന്തെങ്കിലുമൊക്കെ പേരിൽ പിരിവ് നടത്തി സർക്കാരിന് അടയ്ക്കും എന്നുപോലെ. അപ്പോ പോലീസ് MVDയും ഈ പറയുന്ന തെറ്റ് ചെയ്യാത്തവരെ എല്ലാവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി ഈ പറയുന്ന പോലെ പെറ്റി അടിക്കുന്നത് പോലെയാണ് അണ്ണൻ. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും ടാർജറ്റ്, ഫൈനൽ ടാർജറ്റ് അല്ലേ? ഫൈനൽ നിങ്ങൾക്ക് ടാർജറ്റ്, ഫൈനൽ ടാർജറ്റ്. സൂപ്പർ സൂപ്പർ. ന്യായീകരിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ എടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഫൈനൽ ടാർജറ്റ്, ഫൈനൽ ടാർജറ്റ് വെച്ചിട്ടാണ് ഈ ഫൈൻ അങ്ങനെ പിരിക്കുന്നത്. അടി പോലെ ഈ മാസം നല്ലൊരു എമൗണ്ട് കുറഞ്ഞൊരു 10,000 രൂപയെങ്കിലും ഈ മാസം ഇവരെ ഇത് കട്ട് ചെയ്യേണ്ടതാണ്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞു. അതായത് ബാങ്കുകളിൽ പോയാൽ ഏത് ബാങ്ക്, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാങ്കിലാണെങ്കിലും മാന്യർക്ക് ടാർജറ്റ് ഉണ്ട്. ഇത്ര NRI പിടിക്കണം, ഇത്ര കറണ്ട് അക്കൗണ്ട് പിടിക്കണം, പിന്നെ സാധാരണ ഫൈനാൻസുകളിൽ ഡിപ്പോസിറ്റ് ഇത്ര മേടിക്കണം, ലോൺ ഇത്ര പിടിക്കണം. അതായത് ഒരു പെൺകുട്ടി എന്നാൽ ഇത്ര ഡിപ്പോസിറ്റ് പിടിക്കണമെന്ന് നിർബന്ധമുണ്ട്. അറിയത്തില്ലെങ്കിൽ ഫൈനാൻസിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക. ഇപ്പോഴും ചോദിക്കുക, നിങ്ങൾക്ക് പ്രൈവറ്റ് ഫൈനാൻസ് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് പിടിക്കണോ, നിങ്ങൾക്ക് ലോൺ ഗോൾഡ് ലോൺ ഇത്ര എണ്ണം എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ ചോദിച്ചാൽ മതി. അപ്പോ ഇപ്പൊ എന്തെന്ന് ഡിപ്പോസിറ്റ് പിടിക്കുന്ന പോലെ ബാങ്കുകാർ ഓരോ സംഭവങ്ങൾ ചെയ്യുന്ന പോലെയാണ് നിങ്ങളോട് ഫൈൻ ഉണ്ടാക്കുന്നത്. എന്റെ സിബിയാണ് തീർന്നു കേട്ടാ. അപ്പം അതുപോലെ ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, എല്ലാ ബാങ്കുകൾക്കും മാനേജർക്കും സ്റ്റാഫുകൾക്കും ഡിപ്പോസിറ്റും NRI അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും ഒക്കെ ടാർജറ്റ് ഉണ്ട്. അത് അവർ മാനേജ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് 11 മുതൽ 5 വരെ ജോലി കിട്ടി, നിങ്ങൾ എൻജോയ് ചെയ്തു, 10-25,000 മേടിച്ചപ്പോൾ നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരു 5 പേർക്ക് ജോലി കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് എൻ്റെ അടുത്ത് വന്ന് ഒലിപ്പിച്ചിട്ട് അതിനൊരു ചെറുവേല് പോലും അനക്കാത്ത കുറെ, എല്ലാവരും, ഒരാൾ പോലും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നൊരു പ്രത്യേക ലിസ്റ്റ് 5 പേരെ കൊണ്ടുവരാത്ത ആരൊക്കെ ഉണ്ടോ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഫൈൻ ഈടാക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങളവിടെ സ്ഥാപനമാണോ നടത്തുന്നത്, വേറെ വല്ലതാണ്? സാധാരണ ടാർജറ്റ് വെക്കാറുണ്ട്. എന്തിലെന്നറിയാമോ? ഈ പറയുന്ന പോലെ നമ്മളെ ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ടാ നിങ്ങൾ ഇത്രതിന് മേളിൽ വിറ്റിരിക്കണം എന്നൊക്കെ ചിലപ്പോൾ ടാർജറ്റ് വെക്കാറുണ്ട്. കാരണം അത് ഈ പറയുന്ന സ്റ്റാഫുകൾ അത്രയും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ 5 പേരെ കൊണ്ടുവരണം, ഇപ്പം 2 പേരെ കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ഒരു സാധനം നിങ്ങൾ എന്താണ് സ്ഥാപനം അവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്ത് സ്ഥാപനമാണ് അവിടെ നടത്തുന്നത്? ആൾക്കാരെ ഇവർ ജോലിക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ഫൈൻ. എടാ, കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഓരോ പെൺകുട്ടികളും നിന്റെയൊക്കെ അടുത്ത് വന്ന് പെട്ടത്. മനസ്സിലായ? അതിന്റെ അപ്പുറം ഇതിലൊന്നുമില്ല. പെട്ടതാ പെൺപിള്ളേർ പാവം. അതിനൊക്കെ നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. മനസ്സിലായ? ഇമാതിരി പരിപാടികളാണ് ആ സ്ഥാപനത്തിൽ നടന്നതെന്ന് നേരത്തെ പുറം ലോകം അറിഞ്ഞിരുന്നെങ്കിൽ നീയൊന്നും ഇത്രയും വളരത്തില്ല. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മിനി കൂപ്പർ, BMW,
വേറെ ജാഗർ ഏതൊക്കെയോ എടുത്ത് തള്ളി, ചപ്പ് ചവറ് പോലെ. ഇതിനെല്ലാം നിനക്ക് എവിടെന്ന് എല്ലാം നീ തെളിയിക്കേണ്ടി വരും എൻ്റെ സിബി അണ്ണ, കേട്ടാ? പണി വരുന്നുണ്ട്, നോക്കിയിരുന്നു. ഒരു വിട്ടുവീഴ്ചയായിരുന്നു. അവർ ചെറിയ തെറ്റിന് പോലും ഫൈൻ ഈടാക്കണം. അതിന് 11 മുതൽ 5:30 വരെ എന്ത് ഫോൾട്ട് വന്നാലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവർ ഫൈൻ ഈടാക്കണം. കാരണം ഒരു കരുണയും അവരോട് കാണിക്കേണ്ട ആവശ്യമില്ല, ഒരു അവതാരവും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാസം 2 ലീവ് അവരുടെ പേഴ്സണൽ അസുഖങ്ങൾക്ക് മാത്രം. ഏത് അതിന് വന്ന് എന്ത് വന്നാലും 500 രൂപ, 2 ലീവ് കൂടെ എടുത്താൽ എന്ത് വന്നാലും 500 രൂപ ഫൈൻ ഉള്ളതാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും സ്ട്രിക്റ്റ് ആയിട്ട് ഫൈൻ ഉള്ളതാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഓണത്തിന് നിർത്താൻ പോയതാണ്. വീണ്ടും കൊണ്ടുവന്നിട്ട് ഓക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത അച്ചു നിർത്താൻ പോയാണ്. അവിടെ ഞാൻ പിടിച്ചു നിർത്തി. കാരണം ഇത്രയും കുറച്ച് പറഞ്ഞാൽ കൊണ്ട് ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്നത് നമ്മളെ ഒലിപ്പിച്ചിട്ട് ഈ ഒലിപ്പിയൊക്കെ കുറേ നാളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഒലിപ്പിനെ നിങ്ങോട്ട് വേണ്ട. ഈ പ്രാക്ടിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ 5 പേരെ വെച്ച് അവിടെ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കുട്ടിക്ക് 2000 വെച്ച് കട്ടുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയും ഒരു ഫൈൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തുമില്ല. ചെയ്യണ്ട ഇനി ചെയ്തോളൂല്ലോ. 5 പേരെ കൊണ്ടുവന്നില്ല 2000 രൂപ വെച്ച് കട്ട്. എത്ര പേർക്ക് സാധിക്കും? അവിടെ ജോലി ചെയ്ത എത്ര പേർക്ക് ഈ പറയുന്ന കാര്യം സാധിക്കും? നിങ്ങൾക്ക് 5 പേരെ, മറ്റു 5 പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുവരാൻ എത്ര പേർക്ക് അവിടെ സാധിക്കും? പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവന് 2000 രൂപ വെച്ച് ഫൈൻ കയറും. മനസ്സിലായ? ഇവൻ നല്ല എടാ, ഈ തല നീ വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കാറുണ്ട്? പിന്നെ അവിടെ വന്ന പെമ്പിളാരെ നീ പൊട്ടം തട്ടിച്ച്. മനസ്സിലായ? നീ എന്തുകൊണ്ട് പയ്യന്മാരെ അവിടെ ജോലിക്ക് വെച്ചില്ലെന്ന് ഇപ്പോൾ വളരെ വ്യക്തമാണ്. എങ്കിൽ നീ ഇതിനു മുമ്പേ നീ നിൽക്കത്തില്ല, ഭിത്തിയിൽ കയറുമായിരുന്നു. മനസ്സിലായ? അതുകൊണ്ടാണ് നീ പയ്യന്മാരെ ജോലിക്ക് വെക്കാത്ത അണ്ണ. കൃത്യമായി ഫൈൻ അടച്ച് മുന്നോട്ട് പോയേ പറ്റും തെറ്റുകൾക്ക്. അപ്പോൾ അവരെ വരച്ച തന്നെ കൊണ്ടുവരും. ദേവതി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ദേവതി പുറത്താണ്. ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യത്തില്ല. ഈ ദേവതി ഇന്ന് കരയേണ്ടി വരും. അപ്പോൾ ഇനിയും 5 പേരെ കൊണ്ടുവന്ന് 5 കുടുംബങ്ങൾക്ക് ജീവിതം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫൈൻ 5 പേർക്ക് 5 കുടുംബങ്ങൾക്ക് ജീവിതം കൊടുക്കാനിരിക്കുന്ന അണ്ണൻ ഫൈൻ അടക്കാൻ നേരം എന്നെ ബന്ധപ്പെട്ടാൽ അവർക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യും. കാരണം ഞാൻ പറയുന്നത് അനുസരിക്കുന്നവർക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യും. ഞാനൊരു കാര്യം പറഞ്ഞു, അവരെ ഉൾക്കൊണ്ടു. അവർ 5 കുടുംബങ്ങൾക്ക് ജീവിതം കൊടുക്കുകയാണ്. ഇതിങ്ങോട്ട് വന്നിട്ട് പുലിയോട് തിന്നത്തില്ല തീറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പല സ്വഭാവം. ഇപ്പൊ പിന്നെ പേടിച്ചൊക്കെ ഇരിക്കുന്നത് ഫൈൻ വരുന്നുണ്ട്. പണ്ടല്ല ഇവിടെ ഒരു പുലിയോട് പുലി തിന്നത്തില്ല, മറ്റൊരു തീറ്റിക്കത്തുള്ള പല ഭാവമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് കഥ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് നഷ്ടവും ചെയ്തുമില്ലെങ്കിൽ പോലും ഒരാളുടെ കഥ കാണിക്കാനോ ഒരൊക്കെ ഒരു ജോലി എടുക്കാനോ പറ്റത്തില്ലെങ്കിൽ അത് പക്ക അഹങ്കാരമാണ്. അത് നിങ്ങളുടെ വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ എന്റെ ഓർഡർ എന്റെ പൊന്നണ്ണ, അഹങ്കാരം അല്ലേ? എന്റെ ഇതാണ് 5 പേർക്ക് നിങ്ങൾ കൊണ്ടുവന്ന് ജോലി കൊടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ പൊട്ടി പാലിശാരി നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ സ്വർണ്ണാഭരണങ്ങളും നിങ്ങൾ നാട്ടുകാരെ സ്വർണ്ണമൊക്കെ മേടിച്ച് പണം വെച്ച് കാശ് നിങ്ങളോട് ഞാൻ ചോദിച്ചു. അതിന്റെയും കൂടി കുറവേ ഉള്ളൂ. ബാക്കിയല്ല ഇതിലും ഭേദം അതായിരുന്നു. ചോദിച്ചില്ല. എപ്പോഴെങ്കിലും പറഞ്ഞോട്ടോ ഈ മാസം ശമ്പളം തരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഒരു 5 ദിവസം സമയം തന്നെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടത് 5 പേരെ കൊണ്ടുവരാതെ അവിടെ ഏത് പൊങ്ങിയവളാണെങ്കിലും 5 പേരെ കൊണ്ടാത്ത ഏതെങ്കിലും പൊങ്ങിയവളുണ്ടെങ്കിൽ വരച്ച വരെ ഞാൻ കൊണ്ടുവരും. അച്ഛനൊരു ഒരു വ്യത്യാസം അവരോട് കാണിക്കുന്നത് എവിടെയും കാണിക്കരുത്. അതൊക്കെ വേറെ കാണിച്ചു. ഇവിടെ ജോലി സ്ഥലത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അനുസരിച്ചേ പറ്റൂ. ഏത് പൊങ്ങിയവളായാലും അനുസരിച്ചേ പറ്റൂ. 3 മണിക്കൂർ ജോലിയും ബാക്കി എന്റർടൈൻമെന്റുമാണ് ഈ കേട്ടോണ്ടിരിക്കണേ. ചിലവളുമാര് ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന കുറെ ടീമുകളും കുറെ ഫേക്ക് അക്കൗണ്ടുകളും പറയുന്ന എന്റർടൈൻമെന്റ് ആണ് ഈ സ്ഥാപനത്തിൽ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് ജോലി സംബന്ധമായി പറയുന്നത് അല്ല. ഞാൻ നിങ്ങളുടെ ഡിപ്പോസിറ്റോ നിങ്ങൾ കമ്പനി പറയാൻ വെച്ച് കാശ് കൊടുത്താണോ എന്നെ പിടിച്ചെടുത്താനൊന്നും അല്ല പറയുന്നത്. ആണോ? അല്ല. നേരത്തെ ഓരോന്ന് പറഞ്ഞു വാട്സപ്പിൽ സോഫ്റ്റ്വെയർ ആഡ് ചെയ്യണം, കോപ്പി ചെയ്യണം, കുറച്ചൊക്കെ ചെയ്യണം. അപ്പോൾ ഒറ്റ ഒപ്പിച്ചിട്ട് വന്നു കമ്പ്യൂട്ടർ ഇല്ല, കമ്പ്യൂട്ടർ ആളാണ്, മറ്റെയാണ്, മറിച്ചാണ്. അപ്പം അതിനും ഞാൻ പരിഹാരം കണ്ടു. നിങ്ങൾക്ക് കമ്പ്യൂട്ടറും വേണ്ട, മാങ്ങാത്തലിയും വേണ്ട, വരുന്ന കസ്റ്റമറെ മാനേജ് ചെയ്താൽ മതി. അതും ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് വേണ്ടി ഒരു മാർഗം ഞാൻ പല രീതിയിൽ തന്നിട്ട് പോയി നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം പല ന്യായീകരണങ്ങളാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഓക്കെ, അതിനും ഞാൻ പരിഹാരം കണ്ടു. ഇപ്പോൾ നിങ്ങളെ കൊണ്ട് താങ്ങാൻ വയ്യാത്ത കോളും വാട്സപ്പും വരുമ്പോൾ, നിങ്ങളെ പരിസരത്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരിയും പേര് ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ, അവരെ കണ്ണീരെപ്പോൾ 5 പേർക്ക് ജോലി കൊടുക്കത്തില്ല എന്ന് പറയുന്ന ഏതവളാണേലും ഒലിവിയയിൽ അവരെ വരച്ച് അവരെ നിർത്തും. കിട്ടുന്ന ശമ്പളം ഫൈൻ കൊണ്ട് അവരെ തീർക്കണം. അവർക്ക് നിർത്തിപ്പോകാനും പറ്റില്ല, അച്ഛൻ നോക്കിക്കോളും. അപ്പം നിർത്തി പോകാനും പറ്റൂല. ആര് നോക്കിക്കോളും? അച്ചു നോക്കിക്കോളും. അതിന്റെ അർത്ഥം എന്താണ്? അതായത് ഒരു പെൺകുട്ടിക്ക് അവിടെ നിന്ന് ദുരിത അനുഭവം ഉണ്ടായിട്ട് അവൾക്ക് അവിടെ നിന്ന് നിർത്തിപ്പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് അച്ചു നോക്കിക്കോളും. അപ്പൊ നിർത്തിപ്പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ പിടിച്ചു നിർത്തുന്ന എന്തോ കാര്യം അവിടെ ഉണ്ട്. ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുന്നോട്ട് വരിക. പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇനിയും നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നീതി കിട്ടാതെ ഒരുപാട് പെൺകുട്ടികൾ ആ കൂട്ടത്തങ്ങ് പോകും. ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഇനിയും വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ നാളെ നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും ഒക്കെ ഇതിൽ പോയിപ്പെടും. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാനേ പറ്റത്തുള്ളൂ. നിങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. മനസ്സിലായ? ഓക്കെ. അഹങ്കാരം അനുവദിക്കത്തില്ല. ഒലിപ്പീരൊന്നും ഇങ്ങോട്ട് വേണ്ട. നിങ്ങളുടെ വീട്ടിൽ കാണിച്ചാൽ മതി. ഒലിപ്പീരൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറയുന്ന 1-ാം തീയതി പറയാം.
അണ്ണന്റെ ഒലിപ്പീരിനെ പറ്റി ഞാനും കുറെ കേട്ടാ പറയുന്നത് വ്യക്തമായിട്ട് അച്ഛനും രേവതി ആലോചിച്ച് ഫൈൻ ഈടാക്കി വെക്കുക. 5 പേരെ കൊണ്ട് ജീവിതം കൊടുക്കുന്നവർ ഫൈൻ വന്നാൽ അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യും, അല്ലെ അച്ഛൻ വിട്ടുവീഴ്ച ചെയ്യും. അല്ലാതെ ഞാൻ പറയുന്നത് അനുസരിക്കാതെ ഒലിവേര നിയമം അനുസരിക്കാതെ പോകുന്ന ഏത് വ്യക്തിയാണെങ്കിലും ഒരു വിട്ടുവീഴ്ച പോലും അവരോട് കാണിക്കത്തില്ല. വ്യക്തമായിട്ട് മുന്നോട്ട് പോകാം. ബാക്കി കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് മുതൽ 250 രൂപ ഫൈൻ ഇട്ട് പോകണം. അത് ഫൈൻ ഗ്രൂപ്പിൽ കാണിക്കണം. ഗ്രൂപ്പ് ഇട്ടെന്ന് ഫൈൻ പോയവർ ഉറപ്പുവരുത്തണം. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് എടുക്കുക. എല്ലാ മാസവും ഓടി ക്യാഷ് ഇത്ര, നവംബറിലെ ക്യാഷ് ഇത്ര, ഡിസംബറിലെ ക്യാഷ് ഇത്ര, അത് കാണിക്കണം. ഓരോ മാസം കണക്ക് കൃത്യമായിട്ട് പോകണം. നിങ്ങൾ ഇത് ഫൈൻ ഈടാക്കുന്നത് ഗ്രൂപ്പ് ഇടുന്നത് ഉറപ്പുവരുത്തണം. അത് ഡിലീറ്റ് ചെയ്താൽ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഇതെല്ലാം ചെയ്ത് ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഈ വരുന്ന എമൗണ്ട് ഇതുപോലെ ഇന്ന് ഒരു കുട്ടിയുടെ മൊബൈൽ പോയി ആ കുട്ടി ഏൽപ്പിക്കാനും ആർക്കെങ്കിലും ഇതുപോലെ ഒലിവയ്ക്ക് കൂടി നിന്ന് 5 പേരെയും കൊടുന്ന് നല്ല രീതിയിൽ പോകുന്നവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പൈസ എടുത്ത് അവരെ സഹായിക്കാൻ. വീണ് കിടന്നാൽ, അതായത് അവർ അസുഖം വന്ന് വീണ് കിടന്നാൽ 5 പേരെ കൊണ്ടുവരാത്ത ഏതെവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ അവർക്ക് ആരെങ്കിലും കൂടെ പോകുക ചെയ്താൽ അവരെ ഞാൻ ഗെറ്റോ അവർക്ക് 2000 ഫൈൻ അടിക്കും. അപ്പൊ ഇതാണ് സേവനം ആരും കണ്ടല്ല. ഏതെങ്കിലും പെൺകുട്ടികൾ എന്തെങ്കിലും കാരണവശാൽ അവിടെ വീണ് കിടന്നാൽ, ഈ പറയുന്ന പോലെ 5 പിള്ളേരെ കൊണ്ടുവരാതെ വീണ് കിടന്നാൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നവർക്കെതിരെ ഫൈൻ അടിക്കും. ഇനി ഇതിന്റെ അപ്പുറം എന്തെങ്കിലും വേണോ സിബി അണ്ണ നിങ്ങളെ അട്ടപടലം പെട്ടു. നാളെ അസുഖം വന്നു അവരെ കൂടെ ആരെങ്കിലും പോവുകയോ ഹോസ്പിറ്റലിൽ നിൽക്കുകയോ സപ്പോർട്ട് ചെയ്യാൻ പോവുകയോ ചെയ്താൽ പോകുന്നവർക്ക് ഞാൻ ഫൈൻ അടിക്കും. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ആ രീതി നിൽക്കുന്നവരെ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾ 5 പേരെ കൊണ്ടുവന്ന ഹോസ്പിറ്റൽ വരെ ഈ ഫൈൻ നിർത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ അഹങ്കാരക്കാരി വീട് കിടന്നാൽ തിരിഞ്ഞു നോക്കരുത്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് പറയുമ്പോൾ അനുസരിക്കാൻ ബുദ്ധിമുട്ട്. ഇതിന്റെ വോയിസ് ഇട്ട് സുഖിപ്പിക്കുക ഒത്തിരി കേട്ട് കണ്ടും മടുത്തിരിക്കുന്നതാണ്. കൃഷി തുടങ്ങിയിട്ട് 10 വർഷമായി. അപ്പൊ ആ കൃഷി ഇങ്ങോട്ട് എടുക്കേണ്ട, പറയുന്നത് അനുസരിക്കാത്തവരെ ആ രീതിയിൽ തന്നെ രേവതിയും അച്ഛനും മുന്നും കാണുകയാണ്. കാരണം നമ്മുടെ ഡിപ്പോസിറ്റ് കാശ് ചോദിച്ചില്ല 5 പേർക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട 5 പേർക്ക് ജീവിതം കൊടുക്കാൻ പറയുമ്പോൾ അതുപോലെ ഞാൻ ചെയ്യത്തില്ല. ഏതവള ഉപയോഗിക്കുന്നത് എനിക്കത് കാണുമല്ലോ. ഇന്നും അടുത്ത മാസം സമയം 2 മാസത്തിനുള്ളിൽ ഓരോ വ്യക്തികളും 5 പേരെ കൊണ്ടുവന്നിരിക്കണം. മൈ ഓർഡർ. പിള്ളേരെ നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? 2 വർഷവും മുന്നേ ഉള്ള വോയിസുകൾ അടക്കമാണ് ഇപ്പൊ എന്റെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയായിരുന്നു പിള്ളേരെ നിങ്ങൾ? ഇത്രയും വിഷയങ്ങൾ, ഇത്രയും ദുരിതങ്ങൾ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് അനുഭവിച്ചിട്ട് ഇന്ന് വരെ നിങ്ങൾ മുന്നോട്ട് വരാതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെ തോന്നുന്നു. സത്യം ഇതൊക്കെ നിങ്ങൾ അന്നേ വരേണ്ടതായിരുന്നു. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴേ ഇവനൊന്നും ഇത്രയും വളരാൻ വിടത്തില്ലായിരുന്നു. ഇനിയും ഏതെങ്കിലും പിള്ളേർക്ക് ഏതെങ്കിലും സ്ഥാപനത്തിന് എന്തെങ്കിലും ദുരിതമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ, ഏതെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, ഏതെങ്കിലും മനസ്സിലായോ? വളർത്തരുത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഒരിക്കലും ഒരു തരത്തിലും. കാരണം അത്ര ദുരിതങ്ങളാണ് അവിടെ അനുഭവിക്കുന്നത്. ഒരു പെൺകുട്ടി വീണ് കിടന്നാൽ എടുത്തോണ്ട് പോകുന്നവൾക്ക് ഫൈന്. ഇതെന്തുവായത്? ഇതെന്ത് സ്ഥാപനം ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തെന്ന് ചോദിക്കുകയാണ്. എന്തായാലും സിബി അണ്ണ മിനി കൂപ്പറും എടുത്തിട്ട് വലിയ ആളായിട്ട് വലിയ റൗണ്ട് അടിച്ചിട്ട് വീട്ടിൽ പിള്ളേരെ വിളിച്ച് കളത്തി ഡാൻസും കളിച്ചിട്ട് ചായയും പരിപ്പോടെ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ അല്ല ഇനി അണ്ണന്റെ വള്ളികൾ എണ്ണിക്കൊണ്ടിരുന്നു. Day 1, Day 2, Day 3 എന്നുള്ളത് കേട്ടാ. പിള്ളേർ മുന്നോട്ട് മാക്സിമം പിള്ളേർ നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള എവിഡൻസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. മനസ്സിലായ? ഇനി ഒരു സ്ഥാപനവും ഒരു പരിപാടി ഇതുപോലെ കാണിക്കരുത്. മനസ്സിലായോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരെങ്കിലും ഒക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ കാണാം. ബൈ.